നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 നവപഞ്ചമ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ നവപഞ്ചമ രാജയോഗത്തിനൊരു വിശേഷം കൂടിയുണ്ട്. 45 വർഷങ്ങൾക്ക് ശേഷം 6 രാശിക്കാർക്ക് ഭാഗ്യോദയം സമ്മാനിക്കുന്നതാണ് 2026 ഇപ്പോൾ വന്നു ചേരുന്ന നവപഞ്ചമ രാജയോഗം. 2026 മെയ് മാസത്തിൽ ജ്യോതിഷപരമായി നിരവധി ശുഭയോഗങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നവപഞ്ചമ രാജയോഗം, അതായത് പ്രധാനമായും വ്യാഴം, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. 2026 മെയ് മാസത്തിൽ വ്യാഴം മിഥുനം രാശിയിലും സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മേടത്തിലും രണ്ടാം പകുതിയിൽ ഇടവത്തിലും സഞ്ചരിക്കുന്നു. ഈ യോഗം, അതായത് നവപഞ്ചമ രാജയോഗം, പ്രധാനമായും ഭാഗ്യം, വിദ്യ, സന്താന ഭാഗ്യം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും അഥവാ രവി അല്ലെങ്കിൽ ആദിത്യൻ തുടങ്ങിയവ സൂര്യൻ്റെ പേരുകളാണ്. വ്യാഴത്തിൻ്റെയും ഈ സൂര്യ ഗ്രഹത്തിൻ്റെയും സംയോഗത്തിൻ്റെ ഭാഗമായി ഉടലെടുക്കപ്പെടുന്ന നവപഞ്ചമ രാജയോഗം 2026 മെയ് മാസത്തിൽ 6 രാശിക്കാർക്ക് ഭാഗ്യ ഉദയം സമ്മാനിക്കുകയാണ്. അതിലാദ്യത്തേത് മിഥുനം രാശിയാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. വ്യാഴം ഈ രാശിയിൽ നിൽക്കുന്നതിനാൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് മിഥുന രാശിക്കാർക്കാണ്. നവപഞ്ചമ രാജയോഗത്തിൻ്റെ വലിയ ഭാഗ്യം മിഥുനം രാശി നക്ഷത്രജാതരായിരിക്കുന്ന മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ തുടങ്ങിയ നക്ഷത്രജാതർക്ക് വന്നു ചേരും. ആത്മവിശ്വാസം വർദ്ധിക്കുക, തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ തേടിയെത്തുക, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയവയൊക്കെ നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി മിഥുനം നക്ഷത്രജാതർക്ക് അല്ലെങ്കിൽ മിഥുനം രാശി നക്ഷത്രജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഈ ഭാഗ്യം 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരെ അനുഗ്രഹിക്കുന്നത്. അടുത്തത് മേടമാണ്. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശിയുടെ ഭാഗ്യസ്ഥാനത്ത് ഗ്രഹങ്ങളുടെ അനുകൂല ദൃഷ്ടി പതിക്കുന്നതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വിജയമുണ്ടാക്കുവാൻ സാധിക്കും. ഏതു കാര്യമാണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായും അത് വിജയത്തിലെത്തുക തന്നെ ചെയ്യും. മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കാനും വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ ലഭിക്കാനുമൊക്കെ നവപഞ്ചമ രാജയോഗത്തിലൂടെ മേടം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യമുദിക്കുന്നു.
തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാര്യത്തിലുള്ള വിജയം, അതുപോലെ തന്നെ തൊഴിൽ സാധ്യത തുടങ്ങി ജീവിതത്തിലെ സൗഭാഗ്യദായകങ്ങളായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മേടം രാശി ജാതർക്ക് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും. 45 വർഷങ്ങൾക്ക് ശേഷമാണ് മേടം രാശിയിലേക്ക് ഈ പറഞ്ഞ നവപഞ്ചമ രാജയോഗത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം എത്തുന്നത്. ഭാഗ്യക്കുറി, ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരം മേടം രാശി നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. കുടുംബത്തിലെ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നവപഞ്ചമ രാജയോഗം തുണയാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലും വിദേശ യാത്രയുടെ കാര്യത്തിലുമൊക്കെ ഭാഗ്യദായകമായ അനുഭവമാണ് വന്നു ചേരാൻ പോകുന്നത്. ചിങ്ങം രാശിക്കാർക്കും ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ ലോൺ ഭാഗ്യം തുടങ്ങിയവയൊക്കെ തീർച്ചയായും വന്നു ചേരും. അടുത്തത് തുലാം രാശി നക്ഷത്ര ജാതരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്ര ജാതരാണ്. മിഥുനത്തിലെ വ്യാഴത്തിന് തുലാം രാശിയുമായി നവപഞ്ചമ ബന്ധം അഥവാ 9ാം ഭാവം വരുന്നതിനാൽ ഈ രാശിക്കാർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാകും. 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൻ്റെതായ ഭാവമാണ്. തുലാം രാശി നക്ഷത്ര ജാതർക്ക് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഭാഗ്യസ്ഥാനത്തായതുകൊണ്ടുകൂടി വലിയ വലിയ ഭാഗ്യങ്ങൾ, കിട്ടാതെ കിടന്ന ധനം തിരികെ ലഭിക്കുക, ഭാഗ്യ അനുഭവങ്ങൾ പൂർണ്ണമായും വന്നു ഭവിക്കുക, ഉന്നത പഠനത്തിനോ വിദേശയാത്രയ്ക്കോ ഉള്ള തടസ്സങ്ങൾ നീങ്ങി ഭാഗ്യ അനുഭവങ്ങളിലൂടെ അവിടേക്ക് പോകുവാനുള്ള ഭാഗ്യം പൂർണ്ണമായി എത്തുക, പിതാവിൽ നിന്നോ പിതൃതുല്യത്തിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുക, അതുപോലെ തന്നെ നിധി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന പിതൃ സ്വത്തുക്കളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം, അത് തുലാം നക്ഷത്ര ജാതർക്ക് പൂർണ്ണമായും ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത് തന്നെയാണ്. തുലാം നക്ഷത്ര ജാതരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വിദ്യാഭ്യാസപരമായിട്ടും തുലാം രാശി നക്ഷത്ര ജാതർക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ തൊഴിലിൻ്റെയും ഒക്കെ തന്നെ ഭാഗ്യം പൂർണ്ണമായും അനുഗ്രഹ സിദ്ധിയിലൂടെ വന്നു ചേരുന്ന സമയമാണിത്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി. നവപഞ്ചമ യോഗത്തിലൂടെ ധനുരാശിക്കാർക്ക് സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം. പിതൃസ്വത്ത് ലഭിക്കുവാനോ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കാനോ ഉള്ള സാധ്യത നന്നായി തെളിഞ്ഞു കാണുന്നുണ്ട്. കരിയറിൽ വലിയ മാറ്റങ്ങൾക്കും ഈ യോഗം വഴിതെളിക്കും. വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന കാര്യത്തിലും ധനുരാശി നക്ഷത്ര ജാതർക്ക് നവപഞ്ചമ രാജയോഗം അനുഗ്രഹം തന്നെ നൽകുകയാണ്. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗത്തിലൂടെ ഉണ്ടാകുന്ന പൂർണ്ണ ഭാഗ്യം എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ധനസമൃദ്ധി വന്നു ചേരുന്ന രാശിക്കാരായ നക്ഷത്ര ജാതരാണ് ധനു രാശി നക്ഷത്ര ജാതർ. അടുത്തത് കുംഭം രാശിയാണ്. അവിട്ടം പകുതി, ചതയം, പൊരുരുട്ടാതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന കുംഭം രാശി. വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തിലുള്ള ദൃഷ്ടി കുംഭം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലം വളരെ വളരെ കൂടുതലായി നൽകുന്നു എന്നുള്ളതാണ്. വ്യാഴമെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ധനകാരകനാണ് വ്യാഴഗ്രഹം. വിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം പൂർണ്ണമായി നിറയുന്ന ഗൃഹസാന്നിധ്യമാണ് വ്യാഴമെന്ന് പറയുന്നത്. കുംഭം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യത്തിൻ്റെ അനിർവചനീയമായ, അതായത് നിർവചിക്കാൻ കഴിയാത്തതായ ഭാഗ്യ നിലവാരത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഈ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ. 45 വർഷങ്ങൾക്ക് ശേഷമാണ് കുംഭം രാശിക്കാർക്കും
നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യം വന്നു ചേരുന്നത്. സന്താന ഭാഗ്യം, ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ സാമ്പത്തികമായ നേട്ടം, അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്ക് പ്രശസ്തി വർദ്ധിക്കുക, പ്രശസ്തി ലഭിക്കുക, സമ്മാനാദികൾ കിട്ടുക തുടങ്ങിയവയൊക്കെ കുംഭം രാശി നക്ഷത്ര ജാതർക്ക് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹപരമായി ലഭിക്കുമെന്നുള്ളതാണ്. കുംഭം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ഭാഗ്യം, തൊഴിൽ ഭാഗ്യം, വിദേശയാത്രാ ഭാഗ്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തൊഴിൽ നിന്നും ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവത്തിലൂടെ എത്തിച്ചേരുന്ന വ്യവസ്ഥിതിയാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ കുംഭം രാശിക്കാർക്കും എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ നവപഞ്ചമ രാജയോഗത്തിൻ്റേതായിരിക്കുന്ന ഭാഗ്യദായകമായ നിമിഷങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് ഈശ്വര ചൈതന്യങ്ങളുടെ അനുഗ്രഹത്തിൻ്റേതായിരിക്കുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ്. ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. ഭക്തിയോടുകൂടി നാമസങ്കീർത്തനങ്ങൾ ജപിക്കുന്നതിനും ഈശ്വര രൂപത്തെ മനസ്സിൽ കണ്ട് പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനും ഈ പറഞ്ഞ നക്ഷത്ര ജാതർക്ക് കഴിയണം. തീർച്ചയായിട്ടും അനുഭവ ഭാഗ്യങ്ങളുടേതായ അപൂർവ നിമിഷങ്ങളിലൂടെ ആയിരിക്കും നവപഞ്ചമ യോഗത്തിൻ്റെ ഭാഗ്യം ഈ 6 രാശിക്കാർക്കും വന്നു ചേരുന്നത്. എല്ലാ നന്മകളും ഈ 6 രാശിക്കാരിൽ വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.